വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ഞാനും ഏട്ടനും ഞങ്ങളുടെ 4ാം വിവാഹ വാർഷികം ആഘോഷിച്ചതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണിത് കേട്ടോ. എല്ലാ വട്ടവും വെഡിങ് ആനിവേഴ്സറിക്ക് ഏട്ടൻ എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങി തരാറുണ്ട്. സർപ്രൈസ് ഒന്നുമല്ല, ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ പ്ലാൻ ചെയ്യും, നമുക്കത് വാങ്ങിയാലോ ഇത് വാങ്ങിയാലോ എന്നൊക്കെ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഒരു തീരുമാനത്തിലെത്തും. അപ്പോൾ എല്ലാ വട്ടവും ഏട്ടന് ഞാൻ എന്തെങ്കിലും വാച്ചോ ഷൂസോ ഡ്രസ്സോ ഒക്കെയാണ് എടുത്തു കൊടുക്കാറുള്ളത്. ഈ വട്ടം പക്ഷേ ഞാൻ സർപ്രൈസ് ഒന്നും ഒരുക്കിയില്ല. ഏട്ടനെ കൊണ്ട് കടയിൽ പോയി ഏട്ടന് ഇഷ്ടമുള്ള വാങ്ങട്ടെ എന്ന് കരുതി. അതുപോലെ തന്നെ ഏട്ടൻ എനിക്ക് പ്ലാൻ ചെയ്തത് ഒരു റിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് മോതിരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഞങ്ങളുടെ 4ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. 1ാമത്തെ തൊട്ട് ഏട്ടൻ എനിക്ക് ഏതെങ്കിലും ഒരു റിങ് എവിടെന്നെങ്കിലും ഒരു ഗോൾഡ് കടയിൽ നിന്ന് മേടിച്ച് തരാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ വട്ടം ഞങ്ങൾ എത്തിയിട്ടുള്ളത് ചിന്നൂസിലാണ്. കഴിഞ്ഞ വർഷം ചിന്നൂസിൽ നിന്ന് ഏട്ടൻ എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ചു തന്നെയാണ് ഈ ഒരു അറബിക് റിംഗ് എന്ന് പറയുന്നത്. അന്ന് തൊട്ട് ഇതെൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇനി ഈ കൊല്ലം നമുക്കിത് മാറ്റി പുതിയ ആളെ കയറ്റിയാലോ? അവിടെ ചെന്നപ്പം അറബിക് റിംഗ് തന്നെ ആയിരുന്നു എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ നവരത്ന മോതിരം എടുക്കാമെന്നായിരുന്നു. പക്ഷേ ആ ചേട്ടൻ ഞങ്ങൾക്ക് ഡയമണ്ട് സജസ്റ്റ് ചെയ്ത്. എങ്കിൽ പിന്നെ ഞാൻ കരുതി എൻ്റെ കയ്യിൽ ഡയമണ്ട് റിങ്ങും അല്ലെങ്കിൽ ഡയമണ്ട് വേറെ ഓർണമെന്റ്സ് ഒന്നും ഇല്ല, എങ്കിൽ നമുക്കൊരു ഡയമണ്ട് തന്നെ എടുത്തു കളയാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ അവിടെ നിന്ന് സെലക്ട് ചെയ്യാണ്. ഇടത്തെ കയ്യിലെ മോതിര വിരലിൽ ഞാൻ വെഡിങ് റിംഗ് ആണ് സ്ഥിരമായിട്ട് ഇടാറുള്ളത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള മിഡിൽ ഫിംഗറിൽ ഇടാനായിട്ട് ഒരു മോതിരം നോക്കിയിട്ട് ഒരെണ്ണം പോലും എനിക്ക് അളവാവുന്നില്ലേ. അല്ല, ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടാണ് വണ്ണം വെക്കാറുള്ളതെന്നാണ് എല്ലാവരും പറയാറ്, അതുകൊണ്ടായിരിക്കും. മിഡിൽ ഫിംഗറിൽ മോതിരം ഒന്നും പരുവാവുന്നില്ലെന്ന് കരുതി ഞാൻ തോറ്റ് പിന്മാറാൻ തയ്യാറായില്ല കേട്ടോ. കിന്നിവരിൽ ഇടാനായിട്ട് ഒരു കുഞ്ഞു മോതിരം സെർച്ച് ചെയ്യലായിരുന്നു പിന്നെ ഞങ്ങളുടെ പരിപാടി. എന്തായാലും ദൗത്യം വിജയകരമാവുമെന്ന് തന്നെ തോന്നി. കാരണം ആ ഒരു കിണ്ണുവരിൽ ഇടാൻ പറ്റിയ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മോതിരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കല്ലേലും ഒരുപാട് പവനുള്ള മോതിരത്തെക്കാളും എനിക്ക് ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ഐറ്റംസ് ആണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാനും എൻ്റെ കെട്ടിയനോടെ തെരഞ്ഞു പിടിച്ചതായി ഈ 3 സെലക്ട് ചെയ്ത് വെച്ച് കേട്ടോ. അതിൽ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആ താഴെ ഇരിക്കുന്ന റിങ്ങാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത റിങ് ബില്ലൊക്കെ ചെയ്ത് പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയായി. ഇനി കിരീടധാരണം പോലെ മോതിരം മാറുന്ന ചടങ്ങാണ് കേട്ടോ. ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഏട്ടൻ എനിക്ക് പുതിയ മോതിരം കയ്യിലോട്ട് ഇട്ട് തന്നു. അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. തൊട്ടടുത്തെൻ്റെ അജിത്ത് എന്ന് എഴുതിയ വെഡിങ് റിങ് കൊണ്ടേ. അങ്ങനെ തൻ്റെ മോതിരം ഇങ്ങനെ നോക്കി നോക്കി വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ ഇനി പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞു, വലിയ രീതിയിൽ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിച്ചിട്ടില്ല, ചെറിയതായ ഒരു കുഞ്ഞു പർച്ചേസും അതുപോലെ ഒരു ഫുഡ് അടിയും അതേ ഉള്ളു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുണ്ടറ മുക്കടയുള്ള പെപ്പർ പോട്ടിലേക്കാണ് ഫുഡ് കഴിക്കാൻ വന്നത്. ഇൻസ്റ്റയിൽ ഒരു വീഡിയോയിൽ ഇവിടുത്തെ തവ അൽഫാമും അതുപോലെ ബീഫ് റിബിന്റെ ഒരു റെസിപ്പിയും നല്ലതാണെന്ന് കണ്ട് അത് കഴിക്കാമെന്ന് കരുതിയാ വന്നേ. പക്ഷെ അത് രണ്ടും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അവിടുത്തെ ഒരു ജല്ലിക്കെട്ട് മന്തി ക്വാർട്ടറും പിന്നെ അതുപോലെ തന്നെ സ്പൈസും സ്വീറ്റ്നെസ്സും ഒക്കെ ഉള്ള ഒരു ക്വാർട്ടർ അൽഫാമും ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഉദ്ദേശിച്ച സാധനം കിട്ടാത്തതിന്റെ വിഷമത്തില് ഞാൻ ഏട്ടനോട് പറഞ്ഞു, നമുക്ക് ക്വാർട്ടർ റൈസ് പറഞ്ഞാൽ മതി, കാരണം ഹാഫ് മേടിച്ചിട്ട് ഫുള്ള് കഴിക്കാൻ പറ്റില്ലെങ്കിൽ വെറുതെ ആവില്ലേ എന്ന്. അതുപോലെ തന്നെയാണ് അവസാനം നടന്നത്. വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അങ്ങനെ ഏട്ടന്റെ ജല്ലിക്കെട്ട് മന്തിയിൽ നിന്നും ഒരു പോർഷൻ റൈസും പിന്നെ അതുപോലെ എൻ്റെ സ്വീറ്റ് ആൻഡ് സ്പൈസി പെരി പെരി അൽഫാമിന്റെ പീസും പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ കുബൂസും ഒക്കെ ആയിട്ട് നമ്മൾ വിചാരിച്ചത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് നല്ല ആസ്വദിച്ച് കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ നമ്മുടെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഒരു കുറ്റവും പറയാനില്ല. ഏട്ടന് നല്ല പോലെ ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ലൈമൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ കഴിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്കാണ് മക്കളെ ഞാനൊരു കാര്യം കണ്ടത്. എനിക്കറിയില്ല എല്ലാ പീസിലും ഇങ്ങനാണോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും കയ്യിൽ കുഴപ്പമാണോ എങ്കിൽ നിങ്ങളൊന്ന് പറയണേ. ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെയാണ് കണ്ടത്. എനിക്കിത് കണ്ടപ്പം ഞാൻ അത്രയും നേരം കഴിച്ചത് എനിക്ക് വൊമിറ്റ് ചെയ്യാനാണ് തോന്നിയത്. ചിക്കൻ്റെ അകത്തെന്നാൽ ഇങ്ങനെ എനിക്കെന്തായാലും വേണ്ട. ഏട്ടൻ പറഞ്ഞ സത്യ, ഞാൻ എല്ലായിടത്തു നിന്നും ചെസ് പീസ് ചോദിച്ച് വാങ്ങിയാണ് കഴിക്കാറുള്ളത്. ഏട്ടൻ്റെ കൂടെ കിട്ടിയത് ചെസ് പീസായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ എൻ്റെ ആ ലെഗ് മാത്രം എന്താ ഇങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചു. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും കുഴപ്പമാണോ അല്ലെങ്കിൽ ആ ഷോപ്പിൽ പ്രിപ്പയർ ചെയ്തതിൻ്റെ കുഴപ്പമാണോ, നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് പറയണേ.
പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴി കുറച്ച് ഫ്രഷായിട്ട് ചൂരയൊക്കെ വാങ്ങി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്കുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ആ ഒരു മനസ്സിലെ വിഷമം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഡിലൈറ്റ് കയറി അവിടുത്തെ എൻ്റെ ഒരു ഫേവററ്റ് ബ്രൗണി ഉണ്ട്, എനിക്ക് അതൊരു പീസ് മേടിച്ച് തന്നു. അപ്പോൾ അതെൻ്റെ കയ്യിലോട്ട് കിട്ടിയപ്പോഴത്തേക്ക് മറ്റേ വിഷമമൊക്കെ ഞാനങ്ങ് മറന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് അമ്മയും അച്ഛനെയും ഒക്കെ വാങ്ങിയ മോതിരമൊക്കെ കൊണ്ടുപോയി കാണിച്ചു. ഫുഡൊക്കെ എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറേ നേരം ടി വി ഒക്കെ കണ്ടിരുന്നിട്ട് ഞാൻ മറ്റേ ബ്രൗണി കഴിച്ചു കേട്ടോ. അനിയന് കൊടുക്കാഞ്ഞത് അവൻ ഷുഗർ ഡയറ്റ് ആണ്, അതുകൊണ്ട് അവൻ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് പറയണേ, ഫുഡിൽ എൻ്റെ മിസ്റ്റേക്ക് ആണോ, ഞാൻ ഇനി ആദ്യമായിട്ട് കഴിക്കുന്നതിൻ്റെ കുഴപ്പമാണോ, അതോ അവരുടെ ആണോ എന്നൊന്ന് പറയണേ. അടുത്ത വീഡിയോയിൽ കാണാം.